ജർമ്മനിയിൽ നഴ്സായി ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ വിജ്ഞാപന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതി മുഖേന ആരംഭിച്ച ജോബ് സ്റ്റേഷനുകളിൽ അപേക്ഷ സമർപ്പിക്കാം. തോമസ് ഐസക് നടത്തിയ ആഗോള മലയാളി പ്രവാസി സംഗമത്തിന്റെ തുടർച്ചയായാണ് പത്തനംതിട്ടയിലെ ഈ തൊഴിൽദാന പദ്ധതി. BSc നഴ്സിംഗ് കോഴ്സ് പൂർത്തിയായവർക്ക് 2 വർഷത്തെ പ്രവർത്തന പരിചയവും അല്ലെങ്കിൽ ജനറൽ സ്ലിംഗിൽ 5 വർഷത്തെ പ്രവർത്തന പരിചയവുമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. ആദ്യഘട്ടത്തിൽ 500 പേർക്കായിരിക്കും ജർമ്മനിയിൽ നഴ്സിംഗ് ജോലി ലഭിക്കുക. തെരഞ്ഞെടുപ്പും പരിശീലനവും തീർത്തും സൗജന്യമാണ്. ഇത് വളരെ ആകർഷകമായിട്ടുള്ളൊരു പാക്കേജാണ്. ഒരു നയാ പൈസ പോലും ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അപ്ലൈ ചെയ്യുക, ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിലൂടെ കടന്നു പോകുക. ഇൻ്റർവ്യൂവിൽ പാസ്സായി കഴിഞ്ഞാൽ അവർ ഒരു 8 മാസം ജർമ്മൻ ഭാഷ പഠിക്കണം. അപ്പോൾ ആ 8 മാസം ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്ത് 10,000 രൂപ സ്റ്റൈപ്പൻഡ് ഇവർക്ക് അങ്ങോട്ട് കൊടുക്കും. ഓൺലൈനായാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അതിനാൽ തന്നെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. കേരളത്തിന് പുറത്ത് ധാരാളമായിട്ട് നേഴ്സസ് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൺലൈനിൽ അവർക്ക് ഇൻ്റർവ്യൂ നടത്താം. ഓൺലൈനിൽ ഈ പരിശീലനത്തിൽ പങ്കെടുക്കാം. ജോബ് സ്റ്റേഷനുകളിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ജോബ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകും. നഴ്സിംഗ് ജോലിയിൽ അവസരങ്ങൾ അവസാനിക്കുന്നില്ല. 135 തൊഴിൽ മേഖലകളിലായി 35,000 തൊഴിലവസരങ്ങളാണ് രാജ്യത്തിനകത്തും പുറത്തുമായി ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതി വഴി 9 യുവാക്കൾ ദുബായിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. കേരള നോളജ് എക്കണോമി മിഷൻ, കുടുംബശ്രീ മിഷൻ, കില, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മൈഗ്രേഷൻ കോൺക്ലേവിന്റെ തുടർച്ചയായാണ് പത്തനംതിട്ടയിലെ തൊഴിൽദാന പദ്ധതി. അങ്ങനെ തോമസ് ഐസക് വാക്കുപാലിച്ചു മുന്നോട്ടു പോവുകയാണ്. രാഷ്ട്രീയത്തിനപ്പുറം നാടിനായി ഒന്നിക്കാമെന്ന സന്ദേശം കൂടിയാണ് ഇതുവഴി നൽകുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.